ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് നുസൂക്ക് കാർഡ് നിർബന്ധമാക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി. ജിദ്ദയിൽ നടക്കുന്ന 5ാമത് ഹജ്ജ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹജ്ജ് തീർത്ഥാടകർ ആരോഗ്യ യോഗ്യതാ പരിശോധനയും പൂർത്തിയാക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെ 77 രാജ്യങ്ങളുമായി സൗദി ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. ഹജ്ജ് സമ്മേളനം ഇന്ന് സമാപിക്കും. തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന തിരിച്ചറിയൽ രേഖയാണ് നുസുക്ക്. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന്റെ വിജയത്തിൽ നുസുക്ക് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിനും ഹറമുകളിലേക്ക് പ്രവേശിക്കുന്നതിനും നുസുക്ക് കാർഡ് നിർബന്ധമാക്കി. ജിദ്ദയിൽ നടന്ന ഹജ്ജ് സമ്മേളനത്തിലാണ് ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയ ഇക്കാര്യം പറഞ്ഞത്. ഹജ്ജ് കാര്യാലയ മേധാവികളുമായുള്ള അർദ്ധവാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം മന്ത്രിമാരും മുഫ്തിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 77 രാജ്യങ്ങളുമായി സൗദി ഇതുവരെ ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. ബാക്കിയുള്ളവ റജബ് 15-ന് മുമ്പ് ഹജ്ജ് കാര്യ ഓഫീസുകൾ കരാറുകൾ പൂർത്തിയാക്കണം. ഓരോ ഉംറ കമ്പനികൾ വിവിധ ഹജ്ജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുക. പിന്നെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കാറ്ററിങ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷന്, അങ്ങനത്തെ ഉംറ കമ്പനീസ് പുതിയ വർഷത്തേക്കുള്ള ഉംറ കമ്പനീൻ്റെ എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുക. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് വിസ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യമായി ആരോഗ്യ യോഗ്യതാ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. 4 ദിവസം നീണ്ട ഹജ്ജ് സമ്മേളനത്തിന് ഇന്ന് സമാപനമാവും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.